ഈ വീഡിയോയിൽ കാണുന്ന പോലെ രസകരമായ ഇതുപോലുള്ള ഫോട്ടോസ് എങ്ങനെ നമുക്കും ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ChatGPTയും ജെമിനിയും വെച്ചാണ് ഇന്നത്തെ ഫോട്ടോസ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന എല്ലാ ഫോട്ടോസിൻ്റെയും പ്രോംപ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഉപയോഗിക്കാം. ഫോട്ടോ ആഡ് ചെയ്തു, പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇത് വളരെ ഈസിയാണ്. ഇതിൽ യാതൊരുവിധ എഡിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ സബ്മിറ്റ് കൊടുക്കുക. ഫോട്ടോ 1 മിനിറ്റ് കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫോട്ടോ ജെമിനി വെച്ച് ചെയ്തതാണ്. ഈ ഫോട്ടോ ChatGPT വെച്ച് ചെയ്തതാണ്. ഇതേ പ്രോംപ്റ്റ് നമുക്ക് ChatGPTയിലും ജെമിനിയിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പിക്ചർ നോക്കാം. അതും ഇതേപോലെ തന്നെ ഫോട്ടോ ആഡ് ചെയ്തു നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനും യാതൊരുവിധ എഡിറ്റിങ്ങിൻ്റെയും ആവശ്യമില്ല. ഡയറക്റ്റ് സബ്മിറ്റ് കൊടുക്കുക. ജെമിനിയിൽ ഉപയോഗിച്ച അതേ പ്രോംപ്റ്റ് ഉപയോഗിച്ച് ChatGPT വെച്ച് ചെയ്ത ഫോട്ടോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത ഫോട്ടോ നോക്കാം. പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇതിൽ ആവശ്യമാണെങ്കിൽ നമുക്ക് തിരുത്തലുകൾ വരുത്താം. ഞാനിവിടെ ഒരു ഡോഗ് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരുന്ന ഒരു ഫോട്ടോ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ കാറ്റോ അതിൽ വേറെ ഏതെങ്കിലും ആനിമലിൻ്റെ പേര് കൊടുക്കുന്നതാണെങ്കിൽ അത് വെച്ചുള്ള ഫോട്ടോ ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടുക. അടുത്ത ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്തു. പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ആൺകുട്ടിയുടെ ഫോട്ടോ ആണ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റം വരുത്തി യങ് ഗേൾ എന്നോ യങ് ബോയ് എന്നോ എന്താണ് അവിടെ ആവശ്യമെന്ന് വെച്ചാൽ അത് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഫോട്ടോ ആഡ് ചെയ്യാം. പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഡയറക്റ്റ് ഞാൻ സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇതിൽ വേറെ കാര്യമായിട്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോസും നമുക്ക് ചെറിയ കുട്ടികളുടെ ഫോട്ടോസ് വെച്ച് ജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത ഫോട്ടോ നമുക്ക് നോക്കാം. ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഈ പ്രോംപ്റ്റിൽ ഇവിടെ ഒരു വലിയ ആളുടെ ഒരു പ്രോംപ്റ്റാണ് ഇവിടെ ഉള്ളത്. അത് നമ്മളിവിടെ മാറ്റിയാണ് ഇവിടെ ബോയ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഗേൾ ആണെങ്കിൽ അവിടെ ഗേൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നത്. ഈ ഫോട്ടോ ChatGPT വെച്ച് ചെയ്തതാണ്. അടുത്ത ഫോട്ടോ ആഡ് ചെയ്തു. പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തു. ഇവിടെ എഡിറ്റിംഗ് ഉള്ളത് യങ് വുമൺ എന്നുള്ളത് ഞാൻ യങ് ഗേൾ എന്നാക്കി. ഇനി ബോയ് ആണെങ്കിൽ അവിടെ ബോയ് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. അതുപോലെ ഇവിടെ കളേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെയും വുമൺ എന്നുള്ളത് മാറ്റി ഗേൾ എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം സബ്മിറ്റ് ചെയ്തു. ഇന്നത്തെ ഫോട്ടോ വിശേഷങ്ങൾ ഇവിടെ നിർത്തുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്